എ പ്ലസ് റൂമിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ്. സ്വത്ത് അഥവാ പ്രോപ്പർട്ടി കൈവശമുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില വിവരങ്ങളാണ്. ഈ വിവരങ്ങൾ അറിഞ്ഞിരുന്നാൽ ഭാവിയിൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം എന്നെ കാണാനായി പെരിന്തൽമണ്ണയിൽ നിന്നും ഒരു ആൾ വന്നിരുന്നു. അദ്ദേഹം നേരത്തെ വിളിച്ച് അപ്പോയിൻമെൻ്റൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് വന്നത്. ഈ ഒരു ഷോപ്പിൻ്റെ ഉടമയാണ് ഇയാൾ. വിവാഹിതനാണ്, 2 കുട്ടികളും ഉണ്ട്. ഇയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വസ്തുവുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ്. ഇയാളുടെ ഉപ്പയുടെ ഉപ്പ എന്ന് പറഞ്ഞാൽ മുത്തച്ഛൻ എന്ന് നമ്മൾ പറയും, ഉപ്പുപ്പ എന്നാണ് ഇദ്ദേഹമൊക്കെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വകയായുള്ള സ്വത്തുകൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിതാവിലേക്ക് അത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭാഗം വെച്ചിട്ടൊന്നുമല്ല കിട്ടിയത്. ചില വസ്തുക്കൾ മാത്രം ഭാഗം വെച്ച് കൊടുത്തു, ബാക്കി ഭാഗം വെക്കാത്ത ചിലതുണ്ട്. അത് ഈ ചെറുപ്പക്കാരിലേക്ക് വന്നു ചേരാൻ ഉള്ളത് തന്നെയാണ്. പ്രശ്നം നല്ല വിലയുള്ള ഒരു 5 സെൻറ്റ് വസ്തുവിൻ്റേതാണ് പ്രശ്നം. ഈ 5 സെൻറ്റ് വസ്തു എന്ന് പറയുന്നത് മറ്റെല്ലാവരും കൂടി ഇപ്പം വഴിയായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉപയോഗിക്കുന്ന വഴി 40ഓളം വർഷങ്ങളായി ഈ വഴി അവരെല്ലാം ഉപയോഗിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഭൂമി ഭാഗം വെച്ചിട്ടൊന്നുമില്ല. ഇത് കിട്ടേണ്ടത് ഇയാൾക്ക് തന്നെയാണ്. ഇയാളുടെ ഉപ്പയ്ക്ക് കിട്ടണം. ഉപ്പയുടെ പേരിലുള്ളതാണ്. എന്ന് വെച്ചാൽ വല്യുപ്പ എന്ന് പറയും. വല്യുപ്പയുടെ പേരിലുള്ള വസ്തു ഇയാളുടെ ഉപ്പയ്ക്ക് കിട്ടണം. കാരണം ഭാഗം വെച്ചപ്പോൾ അവസാനം വാക്കാൽ ഈ വസ്തു നിനക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഒന്നും ചെയ്യാതെ അയാൾ മരണപ്പെടുകയും തുടർന്ന് ഈ 5 സെൻറ്റ് യഥാർത്ഥത്തിൽ ഇയാളുടെ ഉപ്പയ്ക്ക് വരേണ്ടതും തുടർന്ന് ഇയാൾക്ക് കിട്ടേണ്ടതുമാണ്. അങ്ങനെയൊക്കെയാണ് അവർ തമ്മിലുള്ളൊരു യോജിപ്പ്. പക്ഷേ 40 വർഷമായി എല്ലാവരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ 5 സെൻറ്റ് വസ്തു ഇപ്പോൾ ഇയാളുടെ പേരിലേക്ക് കരം ഒടുക്കാൻ കഴിയുന്നില്ല. കരം ഒടുക്കണം എങ്കിൽ ഏകദേശം 1981 അവസാനത്തെ കരം ഒടുക്കിയിട്ടുണ്ട് ഇയാളെ ഉപ്പുപ്പ. അതിനുശേഷം ആരും കരം ഒടുക്കിയിട്ടില്ല. അതാണ് വിഷയം. അത് മറികടക്കാനുള്ള നിയമപരമായ ഉപദേശം തേടിയാണ് അയാൾ വന്നത്. കൃത്യമായും ഡയറക്ഷൻസൊക്കെ കൊടുത്തു. അതിൽ ഒരു മതിൽക്കെട്ടിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ ചില നടപടിക്രമങ്ങൾ ചെയ്തു കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് വഴിത്തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് കളക്ടർക്ക് ഒരു പെറ്റീഷൻ തയ്യാറാക്കാനുണ്ടായിരുന്നു. അതുമെല്ലാം ചെയ്തു കൊടുത്തു. അയാൾ സന്തോഷത്തോടു കൂടി തിരിച്ചു പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു വസ്തുവൊക്കെ ഉള്ള മനുഷ്യനാണ്. മക്കളും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ മരണപ്പെട്ടു പോകും. മരണപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. എന്നെങ്കിലും മരിക്കും. അത് നേരത്തെ ആകാതിരിക്കട്ടെ. ജീവിതമെല്ലാം സന്തോഷത്തോടു കൂടിയൊക്കെ ആഘോഷിച്ചിട്ട് മരണപ്പെട്ടാൽ മതിയാകും. പക്ഷേ നിങ്ങൾ മരണപ്പെട്ടിട്ട് നിങ്ങളുടെ മക്കൾ തമ്മിൽ വസ്തുവിൻ്റെ പേരിൽ കൂട്ടയടി നടത്താനും കൊലപാതകം നടത്താനും കത്തിക്കുത്ത് നടത്താനും നിങ്ങൾ ഇടവരുത്തരുത്. ദയവായി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾ ഒന്നുകിൽ ഒരു വിൽപ്പത്രം എഴുതി വെച്ചിട്ട് മരിക്കുക, അല്ലെങ്കിൽ ഭാഗ ഉടമ്പടി തയ്യാറാക്കി മക്കൾക്ക് വീതിച്ചു കൊടുത്തിട്ട് മരിക്കുക. നിങ്ങളുടെ ആത്മാവിനെങ്കിലും മോക്ഷം കിട്ടും. മക്കൾ തമ്മിൽ എന്തിനാണ് നിങ്ങൾ തല്ലിക്കുന്നത്? ചില ആളുകൾ കരുതുന്നത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം എഴുതി കൊടുത്താൽ ഇവരെല്ലാം എന്നെ തള്ളി പുറത്താക്കും എന്നുള്ളത് കൊണ്ട് പലരും ആ വിചാരത്തോടു കൂടി വസ്തു എഴുതി കൊടുക്കാറില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു 5 സെൻറ്റ് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അത് വീതിച്ചു കൊടുക്കാമല്ലോ. മക്കൾ അവരുടെ കാര്യങ്ങൾ നടത്തിക്കോട്ടെ. അല്ലാതെ സങ്കുചിത മനോഭാവത്തോടു കൂടി നമ്മൾ മരണം വരെ എൻ്റെ വസ്തുവൊക്കെ എൻ്റെ കക്ഷത്ത് തന്നെ ഇരിക്കട്ടെ, മക്കൾ ഇല്ലെങ്കിൽ വഴിതെറ്റിപ്പോകും, അവരാരും എന്നെ മാനിക്കില്ല, എന്നെ സംരക്ഷിക്കില്ല എന്നൊക്കെ കരുതുന്ന ആളുകൾ ഉണ്ട്. അതൊക്കെ ഒരു പരിധി വരെ ശരിയാണ് താനും. പക്ഷേ അതിനു ശേഷമുള്ള കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കണം എന്നുള്ളതാണ്. ഇന്ന് ഈ എപ്പിസോഡിൽ പറയുന്നത് ഇത് മാത്രമല്ല. നമ്മൾ അങ്ങനെ ഒരു ഭാഗ ഉടമ്പടി അല്ലെങ്കിൽ ഒരു വിൽപ്പത്രം നമ്മൾ തയ്യാറാക്കാൻ തീരുമാനിച്ചു എന്ന് വെക്കുക. അപ്പോൾ പിന്നീട് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ചില കാര്യങ്ങൾ വിൽപ്പത്രം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഭാഗ ഉടമ്പടി തയ്യാറാക്കുമ്പോഴോ അതിന് മുന്നോടിയായിട്ട് ചെയ്തു വെക്കേണ്ടതുണ്ട്. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ വസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടാകണം. ഈ വസ്തു ആധാരപ്രകാരം എത്ര സ്ഥലമാണോ പറയുന്നത് ആ സ്ഥലം ഇപ്പോഴും നിങ്ങളുടെ കൈവശം തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം.
ഇല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ പാകം ചെയ്തു കൊടുത്തതിന് ശേഷം വിൽപത്രം തയ്യാറാക്കി അങ്ങനെ കൈവശം കിട്ടിയതിന് ശേഷമൊക്കെ നിങ്ങളുടെ അനന്തരാവകാശികൾ പലപ്പോഴും ബുദ്ധിമുട്ടിപ്പോകും. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വസ്തുവിനെക്കുറിച്ച് ശരിയായി ബോധ്യം വരികയും ആ വസ്തുവിൻ്റെ വിസ്തീർണത്തിനനുസൃതമായ നികുതി അഥവാ ഭൂനികുതി നിങ്ങൾ ഒടുക്കുവരുത്തുകയും ചെയ്യുന്നു. അതിൽ വീഴ്ച വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. ആ രസീതുകൾ പലയിടത്തായി നിങ്ങൾ ഭൂനികുതി അടച്ച രസീത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് സമാഹരിച്ച് ഒരു ഫയലിൽ നിങ്ങൾ പ്രത്യേകമാക്കി വെക്കണം. രണ്ടാമത് നിങ്ങൾ ചെയ്യാൻ ഉള്ളത് ആ റവന്യൂ ഓഫീസിൽ പോയി, അഥവാ വില്ലേജ് ഓഫീസ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള പ്രൈമറി യൂണിറ്റാണ് വില്ലേജ് ഓഫീസ്. നിങ്ങൾ അവിടെ പോയി രേഖകൾ പരിശോധിക്കണം. പോക്കുവരവ് ചെയ്തിട്ടുണ്ടെന്ന് അത് കഴിഞ്ഞാലേ ഭൂനികുതി അടയ്ക്കാൻ പറ്റൂ. എങ്കിലും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാം കൃത്യമായും ബന്ധപ്പെട്ട റവന്യൂ രേഖകളിൽ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കോൺട്രഡിക്ടറി അല്ല രേഖകൾ എന്ന് ഉറപ്പാക്കണം. നമ്മൾ അടയ്ക്കുന്ന ഭൂനികുതിയിൽ പറഞ്ഞിരിക്കുന്ന വിസ്തീർണവും ഈ റവന്യൂ രേഖകളിലുള്ള വിസ്തീർണങ്ങളും ഒക്കെ നിങ്ങൾ കൃത്യമായും ഉറപ്പ് വരുത്തണം. അതിന് മാത്രമേ നമുക്ക് ഭൂനികുതി അടയ്ക്കാൻ പറ്റൂ. എങ്കിലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ശരിയായ രീതിയിലുള്ളൊരു വിലയിരുത്തൽ നടത്തണം. എല്ലാം കൃത്യമാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അവിടെ എവിടെയെങ്കിലും ഒരു അപജയം വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ആദ്യം കറക്റ്റ് ചെയ്യണം. അതെല്ലാം മക്കൾ ചെയ്തോട്ടെ എന്ന് കരുതി നിങ്ങൾ മുങ്ങിക്കളയരുത്. അത് കൃത്യമായും നിങ്ങൾ ബന്ധപ്പെട്ട അപേക്ഷകൾ കൊടുത്ത് നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാം എന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കണം. രണ്ടാമത് നിങ്ങൾ അറിയാനുള്ളത്, നിങ്ങളുടെ ഈ വസ്തുവിന്മേൽ യാതൊരു തരത്തിലുള്ള ബാധ്യതകൾ ഒന്നുമില്ല. എന്ന് വെച്ചാൽ പലരും ഈ പ്രോപ്പർട്ടിയൊക്കെ പണയം വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാകാം, അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാകാം. ഇതൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അഥവാ ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിറവേറ്റിയതിന് ശേഷം ഒരു ക്ലിയർ കട്ടോടുകൂടി ആയിരിക്കണം നിങ്ങൾ പാക ഉടമ്പടി ആയാലും അതേപോലെ ഇഷ്ടദാനമായാലും നിങ്ങൾ എഴുതി വെക്കാനുള്ളത് നിങ്ങൾ ചെയ്യണം. അത് ചെയ്യാതെ ഇരിക്കരുത്. മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഈ പലപ്പോഴും വസ്തു തർക്കങ്ങൾ നിലവിലുള്ള സ്ഥലങ്ങൾ ഉണ്ട്. കയ്യേറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ പലയിടത്തും കയ്യേറ്റങ്ങളുണ്ട്. ഡിജിറ്റൽ സർവേ വന്നത് ഇതെല്ലാം ഒന്ന് മറികടക്കാൻ വേണ്ടിയാണ്. അതൊന്നും പൂർണ്ണമായ തോതിൽ ഇപ്പോഴും ആയിട്ടില്ല. ചിലയിടങ്ങളിൽ ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചിലയിടത്ത് പൂർത്തിയായി പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നിങ്ങൾ പ്രത്യേകിച്ച് അതിർത്തികൾ കൃത്യമായും നമ്മൾ നിർണയിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് ബോധ്യപ്പെടണം. അപ്പോൾ നിങ്ങൾ ആ ഭാഗത്ത് നിങ്ങളുടെ വസ്തുവിൽ നിങ്ങൾ ഒന്നുകിൽ മതിൽ കെട്ടി അതിർത്തി നിർണ്ണയിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ അതിന് വേണമെങ്കിൽ പൈസ മതിൽ കെട്ടാനില്ലെങ്കിൽ ഒരു വേലിയെങ്കിലും കെട്ടുക, അതിർത്തി കല്ലെങ്കിലും നിങ്ങൾ സ്ഥാപിച്ചിടുക. ഇങ്ങനെ അതിർത്തി നിശ്ചയിക്കുന്നതിന് ഇപ്പോൾ നിങ്ങൾക്ക് സർവേ ഡിപ്പാർട്ട്മെൻറ്റിന് ഫോം നമ്പർ 10 കൊടുത്ത് നിങ്ങൾ ആളെ കൂട്ടിക്കൊണ്ടുവന്ന് ചെയ്യണമെന്നില്ല. കാരണം അത് കൊടുക്കണമെങ്കിൽ അത് ഈ 4 ചുറ്റുമുള്ള എല്ലാ ഉടമസ്ഥർക്കും നോട്ടീസ് കൊടുത്ത് അവരെല്ലാം ഹാജരായി അവരെല്ലാം ബോധ്യപ്പെട്ട് അവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ നമുക്ക് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അളവ് പൂർത്തിയാക്കാനും അതനുസരിച്ച് സർവേ കല്ല് സ്ഥാപിക്കാനും കഴിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ അതിന് ഒരുമ്പെടാതെ നിങ്ങളുടെ പ്ലോട്ടിനെ എല്ലാം കൃത്യമായും അളന്ന് ഒരു സ്വകാര്യ സർവേയറെ വിളിച്ചാൽ മതിയാവും. അവർ വന്നിട്ട് അവർക്കും ഇപ്പോൾ ഈ മോഡേൺ മെഷീൻസൊക്കെ ഉണ്ട്. എൻ്റെ അറിവിൽ തിരുവനന്തപുരത്ത് തന്നെ 20-ൽ പരം ആധുനിക മെഷീനുള്ള ഒരു റിട്ടയേർഡ് സർവേ ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലെ പലയിടത്തും ഉണ്ടാകാം. അവരെ വിളിച്ച് കൃത്യമായി അളക്കുക. പഴയതുപോലെ ചെയിനൊക്കെ പിടിച്ചുകൊണ്ട് അളക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ആധുനിക മെഷീനുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ വസ്തുവിൻ്റെ 4 അതിരുകളും അവർ നിർണ്ണയിച്ച് തരും, കൃത്യമായിരിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു സ്കെച്ച് തയ്യാറാക്കണം. ഈ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും രജിസ്റ്റേർഡ് സർവേയർ തന്നെ ആയിരിക്കണം. ഒരു സ്കെച്ച് തയ്യാറാക്കി ആ സ്കെച്ച് കൂടി നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. നേരത്തെയുള്ള പ്രമാണത്തിൽ ഈ സ്കെച്ച് ഇല്ല എങ്കിൽ ആ സ്കെച്ച് കൂടി ആ നിങ്ങളുടെ രേഖകളോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു ഫോറം 8 ഉണ്ട്. അത് സർവേ ഓഫീസിൽ കിട്ടും, വില്ലേജ് ഓഫീസിൽ ലഭിക്കും. ആ ഫോറം 8 പൂരിപ്പിച്ച് നിങ്ങൾ വില്ലേജിൽ കൊടുത്ത് ആ കൃത്യമായും അത് നിങ്ങൾ ശരിയായ പ്രോപ്പറായ രീതിയിൽ നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. സ്കെച്ച് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫോറം 8
കൊടുക്കുന്നത്. വഴി അടുത്ത വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വഴിയുടേതാണ്. പലയിടത്തും വഴികളുടെ നല്ല തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ വഴിത്തർക്കം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പെരിന്തൽമണ്ണയിൽ നിന്ന് വന്ന ഈ ചെറുപ്പക്കാരൻ്റെ വഴിത്തർക്കം കേട്ടല്ലോ. 40 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വഴിയാണ്. ആ വഴി മറ്റ് ആളുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവർക്കിപ്പോൾ ക്ലെയിമില്ലാതെ പോയി. ഇയാളെ പേരിലുള്ളതാണ്. ഇയാൾ ഇതുവരെ ഇതിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാകാം, മാത്രമല്ല ഉപേക്ഷ കൊണ്ടാകാം, അങ്ങനെയൊക്കെ 5 സെൻറ്റല്ലേ എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്ത് ഇട്ടത് കൊണ്ടാകാം. നാളെ ഒരു ആവശ്യത്തിന് വേണ്ടി അയാൾ പറഞ്ഞത് അങ്ങനെയൊക്കെയാണ്. നാളെ ഒരു ആവശ്യത്തിന് വേണ്ടി നമുക്ക് അത് വേണ്ട രീതിയിൽ ചെയ്യാം, ബാക്കിയുള്ള സമയമൊന്നും ഇല്ല, ഗൾഫിലൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്ന ന്യായീകരണങ്ങൾ. എന്തായാലും ഇതൊന്നും നമ്മുടെ ഭാവിയിലുള്ള നമ്മുടെ കുട്ടികളുടെ മേൽ ബാധ്യതയാകാതിരിക്കാൻ നിങ്ങൾ വഴിയും ഉറപ്പാക്കണം. ആ വഴി കൃത്യമായും ഭാഗ ഉടമ്പടിയായാലും വിൽപത്രമായാലും വഴി കൃത്യമായും പറഞ്ഞിരിക്കണം. പലർക്കായി നിങ്ങൾ ഭാഗപത്രത്തിൽ സ്ഥലം വീതിച്ചു കൊടുക്കുമ്പോൾ ഓരോ പ്ലോട്ടിലും പോകേണ്ട വഴിയെക്കുറിച്ച് കൃത്യമായും പ്രമാണത്തിൽ പറയണം. അതുപോലെ സ്കെച്ചിലും കൃത്യമായും വഴി അടയാളപ്പെടുത്തുകയും ഈ പ്രമാണവും സ്കെച്ചും അറ്റാച്ച്ഡായി തന്നെ രജിസ്റ്റർ ചെയ്യിക്കുകയും വേണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇതെല്ലാം നിങ്ങൾ കൃത്യമായും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുഖമാണ്. കിട്ടുന്ന പ്രോപ്പർട്ടി കിട്ടിയാൽ ഉടനെ അവർക്ക് അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും. മറിച്ച് ഇതൊന്നും പൂർത്തിയാക്കാതെ പകുതി വഴിയിൽ പകുതി കാര്യങ്ങൾ ചെയ്ത് വസ്തുവെല്ലാം എൻ്റേത് തന്നെയാണ്, പിന്നെ ഇനി എന്താ കറക്റ്റ് ചെയ്യാനെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ വിൽപ്പത്രം എഴുതാനും ഭാഗ ഉടമ്പടി തയ്യാറാക്കാനും പോകരുത്. അതെല്ലാം പിൽക്കാലത്ത് നിങ്ങളുടെ മക്കൾക്ക് വലിയ ബാധ്യതയായി മാറും. മക്കളുടെ സന്തോഷത്തിനും അവരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയൊക്കെ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതൊരു സ്മൂത്തായി തന്നെ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ കരുതിയാൽ അത് നിങ്ങളുടെ ആത്മാവിന് തന്നെ സന്തോഷം നൽകും. മക്കൾ സന്തോഷത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു ബോധ്യപ്പെടലോടു കൂടിയാണെങ്കിൽ ഈ മരിച്ചവർക്കും പിന്നെ ഈ ശരിക്കും പരലോകത്ത് ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ പരലോകത്തിരുന്നവർക്ക് കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട്, വിശ്വാസമുണ്ട്. അതുകൊണ്ട് മനസാക്ഷിയെ നമ്മൾ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഇന്നേ തന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്തു വെക്കാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഭൂമിയായി ബന്ധപ്പെട്ട നിരവധി എപ്പിസോഡുകൾ പിന്നാലെ വരുന്നുണ്ട്. ഇത്തരം വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. നന്ദി.